ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പാർട്ടിക്ക് മികച്ച മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ജില്ലാ തലങ്ങളിലുള്ള അവലോകനം പൂർത്തിയായതിനു ശേഷമാണ് ബി.ജെ.പി ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയത്. തൃശൂർ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുണ്ടെന്നാണ് ബി.ജെ.പിയുടെ പ്രാഥമിക വിലയിരുത്തൽ. സമാന വിലയിരുത്തലാണ് ജില്ലാ തലങ്ങളിലെ അവലോകന യോഗത്തിലുമുണ്ടായത്. മറ്റ് പാർട്ടികളിൽ നിന്നുള്ള അടിയൊഴുക്ക്, സ്ത്രീ വോട്ടർമാരുടെ നിലപാട് എന്നിവയാണ് അനുകൂല ഘടകമായതെന്നാണ് ജില്ലാ നേതൃത്വങ്ങളുടെ വിലയിരുത്തൽ. എല്ലാ ജില്ലകളിലെയും ബി.ജെ.പിക്ക് മികച്ച വിജയമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അനുമാനം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം ഏറെക്കുറെ ഉറപ്പാണ്. അടിയൊഴുക്കാണ് വിജയപ്രതീക്ഷയുടെ അടിസ്ഥാനം. ആറ്റിങ്ങലിലും തൃശൂരും പത്തനംതിട്ടയിലും സ്ഥിതി അനുകൂലമാണ്. വി മുരളീധരൻ, സുരേഷ് ഗോപി, അനിൽ ആന്റണി എന്നിവരുടെ കാര്യത്തിൽ മികച്ച പ്രതീക്ഷയാണുള്ളത്. തൃശൂരിൽ സ്ത്രീ വോട്ടർമാരായിരിക്കും തുണയ്ക്കുകയെന്നും വിലയിരുത്തുന്നു. ആലപ്പുഴയിൽ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും 3 ലക്ഷത്തിലേറെ വോട്ട് നേടാൻ സാധിക്കും. പാലക്കാടും വിജയ മുന്നേറ്റമുണ്ടാകും. മറ്റു മണ്ഡലങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും ബി.ജെ.പി വിലയിരുത്തുന്നു. അതേസമയം സംസ്ഥാനത്ത് 20-20 സീറ്റും നേടാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു UDF വിലയിരുത്തൽ. 4 സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നെങ്കിലും പരാജയപ്പെട്ടില്ലെന്നാണ് വിശ്വാസം. ആറ്റിങ്ങൽ, മാവേലിക്കര, പാലക്കാട്, കണ്ണൂർ മണ്ഡലങ്ങളിലാണ് കടുത്ത മത്സരമുണ്ടായതായി UDF വിലയിരുത്തുന്നത്. LDFന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്ത് 12 സീറ്റ് വരെ ലഭിച്ചേക്കുമെന്നാണ് CPM വിലയിരുത്തൽ. 10 മുതൽ 12 സീറ്റ് വരെ ലഭിച്ചേക്കുമെന്നാണ് CPM വിലയിരുത്തുന്നത്. ഇതിൽ 6 സീറ്റുകൾ ഉറപ്പായി ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചേർന്ന CPM യോഗം വിലയിരുത്തി. തൃശൂർ, ആലത്തൂർ, മാവേലിക്കര, പാലക്കാട്, ആറ്റിങ്ങൽ, കണ്ണൂർ എന്നീ സീറ്റുകളിലാണ് 100% വിജയപ്രതീക്ഷ. കാസർഗോഡ്, വടകര, കോഴിക്കോട്, ഇടുക്കി, ചാലക്കുടി, പത്തനംതിട്ട എന്നീ മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയുണ്ട്. ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാമെന്നും ബി.ജെ.പി കരുതുന്നു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല 20% നേടുമെന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിലും പാലക്കാടും കാസർഗോഡും കോഴിക്കോടും വലിയ തോതിൽ വോട്ട് കൂടും. കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ വോട്ട് ഇരട്ടിയാകും. തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് 2.5 ലക്ഷം വോട്ട് നേടുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ മറ്റു 3 BDJS സ്ഥാനാർത്ഥികളും വലിയ നേട്ടം ഉണ്ടാക്കില്ലെന്നാണ് നിഗമനം. 2019-ൽ 3,16,000 വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ 3,60,000 വോട്ട് നേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും. 2ാം സ്ഥാനത്ത് ശശി തരൂർ ആയിരിക്കും. നേമത്ത് 20,000, വട്ടിയൂർക്കാവിൽ 15,000, കഴക്കൂട്ടത്ത് 8,000, തിരുവനന്തപുരം സിറ്റിയിൽ 5,000 വോട്ടിന്നിങ്ങനെ ലീഗ് നേടും. പാറശാലയിൽ 2ാം സ്ഥാനത്തെത്തും. കോവളത്തും നെയ്യാറ്റിൻകരയിലും 3ാമത് തന്നെയെങ്കിലും വലിയ മുന്നേറ്റമുണ്ടാകും. തൃശൂരിൽ എന്തായാലും സുരേഷ് ഗോപി വിജയിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട്.